ആദ്യ പുസ്തകം അധ്യായം 41. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. 2 വർഷം കഴിഞ്ഞു. ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. അവൻ നദിക്കടുത്ത് നിൽക്കുന്നു. രൂപഭംഗിയും മാംസപുഷ്ടിയുമുള്ള 7 പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്ന് പുൽമാരിയിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്നു. രൂപഭംഗിയില്ലാത്തതും മെലിഞ്ഞതുമായ വേറെ 7 പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്ന് നദീതീരത്ത് ഉണ്ടായിരുന്ന പശുക്കളുടെ അരികെ നിൽക്കുന്നു. രൂപഭംഗിയില്ലാത്തതും മെലിഞ്ഞതുമായ പശുക്കൾ രൂപഭംഗിയും മാംസപുഷ്ടിയുമുള്ള പശുക്കളെ തിന്നുകളഞ്ഞു. അപ്പോൾ ഫറവോൻ ഉറക്കമുണർന്നു. അവൻ പിന്നെയും ഉറങ്ങി. അവൻ രണ്ടാമത് ഒരു സ്വപ്നം കണ്ടു. ഇതാ, ഒരു തണ്ടിന്മേൽ പുഷ്ടിയുള്ളതും നിറഞ്ഞതുമായ 7 കതിരുകൾ, അവയ്ക്ക് പുറകെ നേർത്തതും കിഴക്കൻ കാറ്റുകൊണ്ട് ശുഷ്കിച്ചതുമായ 7 കതിരുകൾ പൊങ്ങി വന്നു. നേർത്ത കതിരുകൾ പുഷ്ടിയുള്ളതും നിറഞ്ഞതുമായ 7 കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. ഫറവോൻ ഉണർന്നു. അത് സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലാക്കി. രാവിലെ അവൻ്റെ മനസ്സ് ആകുലപ്പെട്ടു. അവൻ മിസ്രയീമിലെ മാന്ത്രികരെയും ജ്ഞാനികളെയും ആളയച്ചു വിളിപ്പിച്ചു. ഫറവോൻ തൻ്റെ സ്വപ്നങ്ങൾ അവരോട് വിവരിച്ചു. എന്നാൽ ആരും അവയെ ഫറവോന് വ്യാഖ്യാനിച്ചു കൊടുത്തില്ല. പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ഫറവോന്റെ മുമ്പാകെ സംസാരിച്ചു പറഞ്ഞത്, ഇന്ന് ഞാൻ എൻ്റെ കുറ്റം ഓർക്കുന്നു. ഫറവോൻ തൻ്റെ ദാസന്മാരോട് കോപിച്ച് എന്നെ അപ്പക്കാരുടെ പ്രമാണിയെയും സൈന്യനായകന്റെ ഭവനത്തിൽ തടവിലാക്കിയിരുന്നുവല്ലോ. ഞാനും അവനും ഒരേ രാത്രിയിൽ ഓരോ സ്വപ്നം കണ്ടു. ഞങ്ങളുടെ സ്വപ്നങ്ങൾ വെവ്വേറെ വ്യാഖ്യാനങ്ങൾ ഉള്ളവയായിരുന്നു. അവിടെ ഞങ്ങളോടൊപ്പം സൈന്യനായകന്റെ ദാസനായ ഒരു എബ്രായ യുവാവ് ഉണ്ടായിരുന്നു. അവനവന്റെ സ്വപ്നത്തിന്റെ അർത്ഥപ്രകാരം അവൻ തങ്ങളുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു തന്നു. അവൻ വ്യാഖ്യാനിച്ചു തന്നതുപോലെ തന്നെ ഞങ്ങൾക്ക് ഭവിച്ചു. എന്നെ എൻ്റെ ജോലിയിൽ തിരിച്ചു നിയമിക്കുകയും അവനെ തൂക്കിക്കളയുകയും ചെയ്തു. ഫറവോൻ അയച്ച് യൗസേപ്പിനെ വിളിച്ചു. അവനെ വേഗത്തിൽ തടവുകുഴിയിൽ നിന്ന് ഇറക്കി ക്ഷൗരം ചെയ്യിച്ചു. വസ്ത്രം മാറ്റി ഫറവോന്റെ മുമ്പിൽ ഹാജരാക്കി. ഫറവോൻ യൗസേപ്പിനോട്, ഞാനൊരു സ്വപ്നം കണ്ടു, വ്യാഖ്യാനിക്കുവാൻ ആരുമില്ല. നീ സ്വപ്നം കേട്ട് അതിനെ വ്യാഖ്യാനിക്കുമെന്ന് ഞാൻ നിന്നെ കുറിച്ച് കേട്ടു എന്ന് പറഞ്ഞു. ദൈവം തന്നെ ഫറവോന് ശുഭമായ മറുപടി തരും എന്ന് പ്രതീക്ഷിച്ചാലും എന്ന് യോസേഫ് മറുപടി പറഞ്ഞു. എൻ്റെ സ്വപ്നത്തിൽ ഞാൻ നദീക്കരയിൽ നിൽക്കുന്നു. ഇതാ, നദിയിൽ നിന്ന് മാംസപുഷ്ടിയും രൂപഭംഗിയുമുള്ള 7 പശുക്കൾ കയറി വന്ന് പുൽമാലിയിൽ മേയുന്നു. പിന്നാലെ നിസാരങ്ങളും വിരൂപികളും തീരെ മെലിഞ്ഞതുമായ 7 പശുക്കൾ കയറി വരുന്നു. അത്ര മോശമല്ലാത്ത പശുക്കളെ ഞാൻ മിസ്രയീം ദേശത്തെങ്ങും കണ്ടിട്ടില്ല.
മെലിഞ്ഞു വിരൂപികളായ പശുക്കൾ ആദ്യത്തെ കൊഴുത്ത 7 പശുക്കളെയും തിന്നുകളഞ്ഞു. അവ അവയുടെ അകത്ത് ചെന്നുവെങ്കിലും അവ അകത്ത് ചെന്നുവെന്ന് തോന്നാത്തവണ്ണം അവ മുമ്പിലത്തെ പോലെ തന്നെ മെലിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഉറക്കമുണർന്നു. വീണ്ടും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടത് നിറഞ്ഞ 7 നല്ല കതിരുകൾ ഒരു തണ്ടിൽ പൊങ്ങി വരുന്നു. അതിൻ്റെ പിന്നാലെ ഇതാ നേർത്തതും കിഴക്കൻ കാറ്റുകൊണ്ട് ശുഷ്കിച്ചതുമായ 7 കതിരുകൾ പൊങ്ങിയിരുന്നു. നേർത്ത 7 കതിരുകൾ 7 കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. മാന്ത്രികന്മാരോട് ഞാൻ ഇത് പറഞ്ഞുവെങ്കിലും അവർ എനിക്ക് വിശദീകരിച്ചു തന്നില്ല. യൗസേഫ് ഫറവോനോട് പറഞ്ഞു, ഫറവോന്റെ സ്വപ്നങ്ങൾ രണ്ടും ഒന്ന് തന്നെയാണ്. ദൈവം ചെയ്യുവാൻ പോകുന്നത് ഫറവോനെ കാണിച്ചു തന്നിരിക്കുന്നു. 7 നല്ല പശുക്കൾ 7 ആണ്ടുകളാകുന്നു. 7 നല്ല കുതിരകൾ 7 ആണ്ടുകളാകുന്നു. സ്വപ്നങ്ങൾ ഒന്നു തന്നെ. അവയുടെ പിന്നാലെ കയറി വന്ന മോശവും മെലിഞ്ഞതുമായ 7 പശുക്കൾ 7 ആണ്ടുകൾ ആകുന്നു. നേർത്തതും കിഴക്കൻ കാറ്റുകൊണ്ട് ശുഷ്കിച്ചതുമായ 7 കതിരുകൾ ക്ഷാമമുള്ള 7 ആണ്ടുകളാകുന്നു. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ദൈവം ചെയ്യുവാൻ പോകുന്നത് ഫറവോന് കാണിച്ചു തന്നതാണ്. മിസ്രയീം ദേശത്തെല്ലാം മഹാ സുഭിക്ഷതയുടെ 7 വർഷങ്ങൾ വരുന്നു. അവയ്ക്ക് പിന്നാലെ ക്ഷാമമുള്ള 7 വർഷങ്ങൾ വരും. മിസ്രയീം ദേശത്ത് മുഴുവൻ ഉണ്ടായിരുന്ന സുഭിക്ഷത മുഴുവൻ മറന്നുപോകും. ക്ഷാമത്താൽ ദേശം ക്ഷയിക്കും. പിന്നീടുള്ള ക്ഷാമം മൂലം ദേശത്തെ സുഭിക്ഷിത അറിയാതെയിരിക്കും. എന്തെന്നാൽ ക്ഷാമം അതികഠിനമായിരിക്കും. ഈ കാര്യം ദൈവസന്നിധിയിൽ തയ്യാറായിരിക്കുന്നതിനാലും ദൈവം വേഗത്തിൽ ഇത് ചെയ്യുവാനിരിക്കുന്നത് കൊണ്ടുമാണ് സ്വപ്നം ഫറവോന് 2 പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടത്. ഇപ്പോൾ ഫറവോൻ ജ്ഞാനിയും വിവേകിയുമായ ഒരുവനെ കണ്ടുപിടിച്ച് മിസ്രയീം ദേശത്തിന്മേൽ നിയമിക്കണം. ഫറവോൻ മിസ്രയീം ദേശത്തിന്മേൽ മേൽനോട്ടക്കാരെ നിയമിച്ച് സുഭിക്ഷതയുടെ 7 വർഷം മിസ്രയീം ദേശത്ത് നിന്ന് വിളവിൻ്റെ 5-1 വാങ്ങണം. ഈ വരുന്ന സമൃദ്ധിയുടെ വർഷങ്ങളിൽ ധാന്യമെല്ലാം ശേഖരിച്ച് ഫറവോന്റെ കൈക്കീഴിൽ തന്നെ പട്ടണങ്ങളിൽ സൂക്ഷിക്കണം. ഈ ധാന്യം മിസ്രയീം ദേശത്ത് ഉണ്ടാകുവാൻ പോകുന്ന ക്ഷാമത്തിൻ്റെ 7 വർഷക്കാലത്തേക്ക് ദേശത്തിൻ്റെ കരുതൽ ശേഖരമായിരിക്കും. ദേശം നശിച്ചു പോകുവാനിടയാകുകയുമില്ല. ഈ കാര്യം നല്ലതെന്ന് ഫറവോനും അവൻ്റെ ഭൃത്യന്മാർക്കും തോന്നി. തന്നിൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള ഇവനെ പോലെ ഒരു മനുഷ്യനെ കണ്ടുകിട്ടുമോ എന്ന് ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു. ഫറവോൻ യൗസേഫിനോട് പറഞ്ഞു, ഇതെല്ലാം ദൈവം നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാൽ നിന്നെ പോലെ ജ്ഞാനിയും വിവേകിയുമായ ഒരുവൻ ഇല്ല. നീ എൻ്റെ ഗൃഹത്തിന് മേലാധികാരിയായിരിക്കും. നിന്റെ വായിലെ വാക്ക് എൻ്റെ ജനത്തിനെല്ലാം നിയമമായിരിക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. ഇതാ മിസ്രയീം ദേശം
മുഴുവന്റെ മേലും ഞാൻ നിന്നെ അധികാരിയാക്കുന്നു എന്ന് ഫറവോൻ യൗസേഫിനോട് പറഞ്ഞു. അവൻ തൻ്റെ കയ്യിൽ നിന്ന് മോതിരം എടുത്തു യൗസേപ്പിന്റെ കയ്യിൽ ഇട്ടു. അവനെ പട്ടുവസ്ത്രം ധരിപ്പിച്ചു. അവന്റെ കഴുത്തിൽ ഒരു സ്വർണ്ണ സരപ്പളിമാലയും ഇട്ടു. അവനെ തൻ്റെ രണ്ടാം രഥത്തിലിരുത്തി. പിതാവും അധികാരിയും എന്ന് അവന്റെ മുമ്പാകെ പ്രഖ്യാപിച്ചു. അങ്ങനെ അവന് മിസ്രയീം ദേശം മുഴുവന്റെ മേലും അധികാരപ്പെടുത്തി. മിസ്രയീം ദേശത്തെ ഒരുവനും നിന്നെ കൂടാതെ കയ്യോ കാലോ ഉയർത്തിക്കൂടാ എന്ന് ഫറവോൻ ആയ ഞാൻ കൽപ്പിക്കുന്നു എന്ന് ഫറവോൻ യൗസേഫിനോട് പറഞ്ഞു. അവന് രഹസ്യങ്ങൾ വെളിപ്പെട്ടിരുന്നതിനാൽ യൗസേഫിന് പാനഹ് എന്ന് ഫറവോൻ പേര് വിളിച്ചു. ഓനിലെ പ്രധാന ആചാര്യനായ പൊത്തിഫേറായുടെ മകൾ അസ്യത്തിനെ അവന് ഭാര്യയായി കൊടുത്തു. യൗസേഫ് മിസ്രയീം ദേശത്തെല്ലാം സഞ്ചരിച്ചു. യൗസേപ്പ് മിസ്രയീം രാജാവായ ഫറവോന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. യൗസേഫ് ഫറവോന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ട് മിസ്രയീം ദേശത്തെല്ലാം കൂടി കടന്നുപോയി. സമൃദ്ധിയുടെ 7 വർഷങ്ങളിൽ അവൻ സംഭരണശാലകളിൽ ധാന്യം ശേഖരിച്ചു. സുഭിക്ഷതയുടെ 7 വർഷങ്ങളിൽ മിസ്രയീം ദേശത്ത് ഉണ്ടായ ധാന്യമെല്ലാം അവൻ ശേഖരിച്ചു. ഓരോ പട്ടണത്തിന്റെ വയലുകളിലും പരിസരങ്ങളിലും ഉള്ള ധാന്യം ആ പട്ടണത്തിൽ കൊടുത്ത് അതിനുള്ളിൽ തന്നെ സംഭരിച്ചു വച്ചു. സംഖ്യാതീതമാകയാൽ എണ്ണം നിർത്തി വയ്ക്കുവോളം കടൽപ്പുറത്തെ മണൽ പോലെ അത്യധികം ധാന്യം യൗസേഫ് സംഭരിച്ചു. ക്ഷാമത്തിന്റെ സംവത്സരം വരുന്നതിന് മുമ്പ് യൗസേഫിന് 2 പുത്രന്മാർ ജനിച്ചു. ഓനിലെ പ്രധാനാചാര്യനായ പൊത്തിഫോറയുടെ മകൾ അസ്രുത് അവരെ പ്രസവിച്ചു. ദൈവം എല്ലാ കഷ്ടതകളും തൻ്റെ പിതൃഭവനത്തെയും വിസ്മരിക്കുമാറാക്കി എന്ന് പറഞ്ഞ് യൗസേഫ് തൻ്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. എൻ്റെ അടിമത്തത്തിൻ്റെ ദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ മറ്റവന് എഫ്രൈം എന്ന് പേരിട്ടു. മിസ്രയീം ദേശത്ത് സുഭിക്ഷതയുടെ 7 വർഷങ്ങൾ പൂർത്തിയായി. യൗസേഫ് പറഞ്ഞിരുന്നത് പോലെ ക്ഷാമത്തിന്റെ 7 വർഷങ്ങൾ ആരംഭിച്ചു. ദേശത്തെല്ലാം ക്ഷാമമുണ്ടായി. മിസ്രയീം ദേശത്തെങ്ങും അപ്പം ഉണ്ടായിരുന്നില്ല. മിസ്രയീം ദേശം മുഴുവൻ ക്ഷാമബാധിതമായപ്പോൾ ജനം അപ്പത്തിനു വേണ്ടി ഫറവോനോട് പരാതിപ്പെട്ടു. ഫറവോൻ സകല മിസ്രയീംകാരോടും പറഞ്ഞു, യൗസേപ്പിന്റെ അടുക്കൽ ചെന്ന് അവൻ പറയുന്നത് പോലെ പ്രവർത്തിപ്പിൻ. ഭൂതലത്തിലെല്ലാം ക്ഷാമമുണ്ടായപ്പോൾ യൗസേഫ് സംഭരണശാലകൾ തുറന്ന് മിസ്രയീംകാർക്ക് ധാന്യം വിറ്റു. മിസ്രയീം ദേശത്ത് ക്ഷാമം അതികഠിനമായിരുന്നു. ലോകമെല്ലാം യൗസേപ്പിനോട് ധാന്യം വാങ്ങിക്കുവാൻ മിസ്രയീമിലേക്ക് വന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറഖ്മോർ.